ഇന്ന് രാത്രികാലവും നമ്മളുടെ തുടർമാനമായിട്ട് ചിന്തിച്ചു വരുന്ന ക്രിസ്തീയ ജീവിത യാത്രയെക്കുറിച്ചുള്ള പഠനം നമ്മൾക്ക് തുടരാം. ക്രിസ്തീയ ജീവിത യാത്ര നമുക്ക് എല്ലാവർക്കും അറിയാം. നാം കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നെത്തുവോളം ആ ജീവിത യാത്ര ഈ ലോകത്തിൽ തുടരുന്ന സമയത്ത് നേരിടുന്ന കഷ്ടങ്ങൾ, പ്രയാസങ്ങൾ, തടസ്സങ്ങൾ, പ്രതികൂലങ്ങൾ ഇവയൊക്കെയും കുറിച്ച് നമ്മൾ ചിന്തിച്ചു വരുന്നല്ലോ. അതിനെയൊക്കെയും അതിജീവിക്കുവാൻ തക്കവണ്ണം അതോടൊപ്പം തന്നെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നാം ക്രമീകരിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ, ക്രിസ്തീയ ജീവിത യാത്ര വളരെ ലളിതമായിട്ടോ ഇല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അത് യാത്ര ചെയ്യുവാനായിട്ട് അസാധ്യമാണ്. നാം ആശ്രയിക്കേണ്ടതും നാം ഉൾക്കൊള്ളേണ്ടതും കൈക്കൊള്ളേണ്ടതുമായിട്ടുള്ള ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം അതൊക്കെയും ക്രമീകരിക്കുവാൻ എന്നുള്ള വസ്തുത നാം ആരും മറന്നു പോകരുത്. ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത് 1 തെസ്സലോനിക്ക ലേഖനം 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയുള്ള ദൈവവചന ചിന്തയാണ് ഇന്ന് രാത്രികാലം നമ്മൾ ചിന്തിക്കുന്നത്. നന്ദിയുടെ ഒരു ആത്മീയ അച്ചടക്കം നമ്മുടെ ഉള്ളിൽ ഒരു ക്രിസ്തീയ ജീവിത യാത്ര നമ്മൾ തുടരുമ്പോൾ എപ്പോഴും എല്ലാറ്റിനും നമ്മൾ സ്തോത്രം ചെയ്യുവാനും നന്ദി കരയറ്റുവാനും ദൈവത്തിന് നമ്മൾ എപ്പോഴും നന്ദിയുള്ള ഒരു വ്യക്തി ജീവിതമായിട്ട് നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകണമെന്നാണ് അവിടെ നമ്മൾ കാണുന്നതും മനസ്സിലാക്കുന്നതും. അവിടെ എങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ അവിടെ എഴുതിയിരിക്കുന്നത്: എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ, സകലത്തിനും സ്തോത്രം ചെയ്യുവീൻ. എന്തെന്നാൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം ക്രിസ്തുവേശുവിൽ ഇതാകുന്നു. സകലത്തിനും സ്തോത്രം ചെയ്യുവീൻ. സകലത്തിനും സ്തോത്രം ചെയ്യുവാനായിട്ടാണ് അവിടെ എപ്പോഴും സന്തോഷിപ്പാൻ പറയുന്നത്, ഇടവിടാതെ പ്രാർത്ഥിപ്പാൻ. ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം ചെയ്യേണ്ടുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ വ്യക്തമായിട്ട് തെസ്സലോനിക്ക ലേഖനത്തിലൂടെ നമ്മൾ പഠിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഒന്ന്, എപ്പോഴും സന്തോഷിക്കുന്നവരായിരിക്കണം. നമുക്ക് പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്, നെടുവീർപ്പുണ്ട്. ഇവയൊക്കെ മധ്യത്തിലും നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണമെന്നാണ് പറയുന്നത്. അതുമാത്രമല്ല, ഇടവിടാതെ ഈ പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, പ്രതികൂലങ്ങളിലൊക്കെയും നമ്മൾ കടന്നു പോകുമ്പോഴും നമ്മൾ എടുക്കണം? ഇടവിടാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ശരണപ്പെടുന്നവരായിരിക്കണം. പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരു ശീലം നമ്മുടെ ഉള്ളിൽ എന്തിനും ഏതിനും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന, ദൈവവചനത്തിൽ അതിന് ഉത്തരം കണ്ടെത്തുന്ന ഒരു ജീവിതമായിരിക്കണം നമ്മുടെ ജീവിതം. സകലത്തിനും എന്തെടുക്കണം? സ്തോത്രം ചെയ്യുവാനായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നു. അതാണ് ദൈവഹിതം. നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുയേശുവിലുള്ള ദൈവഹിതം ഇന്നതെന്ന് നമുക്കതുമൂലം മനസ്സിലാക്കുക. നാം ദൈവത്തിൽ നിന്നും അനുഗ്രഹങ്ങളൊക്കെയും എപ്പോഴും ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ്, അത് ചോദിക്കുന്നവരാണ്, അത് കണ്ടെത്തുവാൻ തക്കവണ്ണം അനേക അവസരങ്ങളിൽ ഇടയായിട്ടുമുണ്ട് എന്ന് നമുക്കറിയാം. അതിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്നതാണ് പ്രാർത്ഥന. ഒരു അനുഗ്രഹം ആവശ്യമുണ്ടെങ്കിൽ ആ അനുഗ്രഹങ്ങളെ നമുക്ക് നേടിയെടുക്കുവാനായിട്ട് സാധ്യമല്ല. സ്വയത്തിൽ നമ്മൾ എന്തെങ്കിലും നേടിയെടുത്തു കഴിഞ്ഞാൽ നാം അതിലൊക്കെയും അഹങ്കരിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നാൽ ദൈവാശ്രയത്തിൽ, ക്രിസ്തീയ വിശ്വാസ ജീവിത യാത്രയിൽ നാം ദൈവത്തിൽ ആശ്രയിച്ച, ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ആണ് നമ്മൾ എപ്പോഴും എന്തെടുക്കുന്നത്? പ്രാർത്ഥിക്കാറുള്ളത്. ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും അത് ലഭിച്ചു കഴിയുമ്പോൾ നാം സ്തോത്രം ചെയ്യുവാനായിട്ട് മറന്നുപോകും. എന്ന് പറഞ്ഞാൽ നന്ദി രേഖപ്പെടുത്തുവാനായിട്ട് മറന്നുപോകും. സ്തുതിക്കുവാൻ, ദൈവത്തെ സ്തുതിക്കുവാൻ, നാം പ്രാർത്ഥിച്ച് പ്രാപിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ പലപ്പോഴും നാം മറന്നു പോകാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്. അത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ വിശ്വാസ ജീവിത യാത്രയിൽ അത് പരിപൂർണമായിട്ട് മാറ്റിവെക്കണം. കാരണം എല്ലാറ്റിനും എല്ലായ്പ്പോഴും സ്തോത്രം ചെയ്യുവാൻ നമ്മൾ പഠിക്കണം. ഇടവിടാതെ പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ എന്തെല്ലാം നേടിയെടുത്താലും സകലത്തിനും സ്തോത്രം കരയറ്റുന്ന ഒരു ജീവിത യാത്രയിൽ
നാം ഉൾപ്പെട്ടവരായിരിക്കണം എന്ന് ഇന്ന് രാത്രികാലം നാം ഓർക്കുന്നത് നന്നായിരിക്കും. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് പരാതികളാണ്. നമുക്കെല്ലാം ആരോട് സംസാരിച്ചാലും അവരുടെ പരാതികളാണ് നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. നമ്മുടെയും ജീവിതത്തിലൊന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും എല്ലാ സാഹചര്യങ്ങൾക്കും നമുക്ക് പരാതികളാണ് ഉള്ളത്. പരാതി പറയുവാനായിട്ടാണ് നമ്മുടെ സമയം. നമ്മുടെ ജീവിത സാഹചര്യത്തിലുള്ള പരാതികൾ, അത് മാത്രമല്ല കുടുംബത്തിലുള്ള പരാതികൾ, വ്യക്തിപരമായിട്ടുള്ള പരാതികൾ, അതുമാത്രമല്ല ജോലി തിരക്കിലുള്ള പരാതികൾ, ജോലി സംബന്ധമായിട്ടുള്ള പരാതികൾ, ആരോഗ്യപരമായിട്ടുള്ള പരാതികൾ, അങ്ങനെ സാമ്പത്തികമായിട്ടുള്ള പരാതികൾ, അങ്ങനെ പല മേഖലകളിൽ, എല്ലാ മേഖലകളിലും നമ്മൾ നോക്കിയാൽ നമ്മൾക്ക് എന്തെങ്കിലും ഒരു പരാതി പറയുവാനായിട്ടേ നമ്മൾക്കുള്ളൂ. ഈ പരാതി നമ്മളിൽ വർദ്ധിച്ചു വരുമ്പോൾ, ഈ പരാതിയുടെ ഇത് അധികമായി വരുമ്പോൾ നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പിറുപിറുക്കാറുണ്ട്. എന്നാൽ ദൈവവചനം ഇന്ന് രാത്രികാലം നമ്മൾ വായിച്ചത് സകലത്തിനും സ്തോത്രം ചെയ്യുന്നവരായി തീരണം. ആ പരാതിക്ക് പകരം ദൈവമേ, നീ എനിക്ക് ഇന്ന് തന്നതിനായി സ്തോത്രം, ഇത്രത്തോളം ഭംഗിയായി, ഇത്രത്തോളം നിന്റെ ഹിതപ്രകാരം എന്നെ നടത്തുന്ന കൃപകൾക്കായി സ്തോത്രമെന്ന് പറയുവാൻ തക്കവണ്ണം ഞാനും നിങ്ങളും എത്രത്തോളം ദൈവസന്നിധിയിൽ താഴ്ത്തി ഏൽപ്പിക്കുന്നവരാണെന്ന് ഇന്ന് രാത്രികാലം ഒന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ട്, പ്രാർത്ഥിച്ച് പ്രാപിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് അത് ചെറുതായാലും വലുതായാലും നാം അതിന് സന്തോഷമുള്ളവരായി, നന്ദി പറയുന്നവരായി ഇടയാക്കിയിട്ടിരിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങനെ നന്ദി പറയുന്ന ഒരു അനുഭവം നമ്മുടെ ഇടയിൽ വന്നാൽ, നമ്മുടെ ക്രിസ്തീയ ജീവിത യാത്രയിൽ നാം അതിനെ ആ ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ സദാ നമ്മൾ ഏർപ്പെടുത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാറ്റിനും എല്ലായ്പ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇടവിടാതെ അവനിൽ ആശ്രയിപ്പാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ പ്രാർത്ഥിച്ച് ലഭിക്കുന്നതിന് നന്ദി പറയുന്നതാണ് നമുക്ക് ഏറ്റവും. നീ നന്ദി പറയുന്നത് വെറും ഒരു വികാരമായിട്ടല്ല. നമ്മൾ പലപ്പോഴും എമോഷണലായിട്ട്, അല്ലെങ്കിൽ വികാരം പൂണ്ടിട്ട് പലപ്പോഴും നന്ദി പറയാറുണ്ട്. അതിലല്ല കാര്യം. അത് ആത്മാവിൽ വളരേണ്ട, വളർത്തിയെടുക്കേണ്ട ഒന്ന് സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിൽ, നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ അത് സ്വാഭാവികമായിട്ട് ജീവിതത്തിൻ്റെ ഭാഗമായി, ഈ വിശ്വാസ ജീവിത യാത്രയിൽ അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഇടവിടാതെ പ്രാർത്ഥിക്കുക. അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ അത് ചെറുതായാലും വലുതായാലും അതിന് സകലത്തിനും നന്ദി പറയുക. ഒരുപക്ഷെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ചില്ല എന്ന് വന്നാലും, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോഴും പരാതിപ്പെടാതെ, പരാതികളെ മാറ്റിവെച്ച് പരാതി പറയേണ്ട സ്ഥാനത്ത് സ്തോത്രം ചെയ്യുവാൻ പഠിക്കുന്ന ഒരു ജീവിതയാത്ര ക്രമീകരിക്കുവാനാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സകലത്തിനും സ്തോത്രം ചെയ്യുവീൻ എന്നാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, വചനം എന്ത് പഠിപ്പിക്കുന്നില്ല? വചനം പഠിപ്പിക്കുന്നില്ല എല്ലാ പ്രശ്നങ്ങൾക്കും നന്ദി പറയണമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. പിന്നെയോ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുവാനായിട്ടാണ് പറയുന്നത്. എല്ലാ പ്രശ്നങ്ങളുടെയും മധ്യത്തില്, എല്ലാ പ്രതികൂലങ്ങളുടെയും മധ്യത്തില് നമുക്ക് നന്ദി പറയുവാനായിട്ട് പലപ്പോഴും പ്രയാസമുള്ളതായിരിക്കും. എന്നാൽ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു മനോഭാവം നമ്മുടെ, കാരണം ആ സാഹചര്യത്തിലും ദൈവം നമ്മോട് കൂടെയുണ്ട്. കർത്താവ് നമ്മളെ കൈവിടാതെ, നമ്മളെ കരം പിടിച്ച് നമ്മളെ അതിലൂടെ നടത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ള വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അവൻ്റെ സന്നിധിയിൽ അവന് നന്ദി കരയേറ്റുവാൻ, സ്തോത്രം ചെയ്യുവാൻ, സ്തുതിക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കും. അത് നമ്മൾ വചനത്തിലൂടെ നോക്കുമ്പോൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ കാരണം സാഹചര്യങ്ങൾ പലപ്പോഴും മാറി മറിഞ്ഞേക്കാം. ഒരു സാഹചര്യത്തിലല്ല നാം എപ്പോഴും കടന്നു പോകുന്നത്. ആ സാഹചര്യങ്ങളൊക്കെ ഈ സീസൺ മാറുന്ന പോലെ, കാലഘട്ടങ്ങൾ മറിയുന്നത് പോലെ സാഹചര്യങ്ങളും
മാറി മറിയും. ഒരു സാഹചര്യത്തെ നേരിടുമ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, നാം എന്നേക്കും ആ സാഹചര്യത്തിൽ നാം നിൽക്കാനായിട്ട് പോകുന്നില്ല. അത് താൽക്കാലികമാണ്, അത് കടന്നു പോകുന്നതാണ്. പക്ഷെങ്കിൽ അതിലൂടെ കടന്നു പോയാൽ മാത്രമേ നമ്മൾ ചില ജീവിത പാഠങ്ങൾ പഠിക്കുകയുള്ളൂ. അത് ദൈവഹിതമാണ് നമ്മളെ അതിലൂടെ കടത്തിക്കൊണ്ട് ആ സമയത്തും നാം സ്തോത്രം ചെയ്ത് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് ഇടപെടാതെ പ്രാർത്ഥിച്ച് ദൈവികമായിട്ടുള്ള ആലോചനയിൽ മാത്രം മുഴുകി നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട് നാം എത്രത്തോളം തൽപരരാണെന്ന് നമ്മൾ ചിന്തിക്കണം. ഇയ്യോബിന്റെ ജീവിതം നോക്കിയാൽ നമുക്കറിയാം. ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്. ഇയ്യോബ് തൻ്റെ കാര്യം പറയുന്നത്, യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞാൽ സകലവും അവന് തന്ന് കൊടുത്തത് ദൈവമായിരുന്നു, സകലതും എടുത്തതും ദൈവമായിരുന്നു എന്നും കണ്ട് അവൻ പെടേണ്ട സ്ഥാനത്ത്, അവൻ പിറുപിറുക്കേണ്ട സ്ഥാനത്ത്, നിരാശനായി തീരേണ്ട സ്ഥാനത്ത്, താളടിയായി പോകേണ്ട സ്ഥാനത്ത് അവൻ ദൈവത്തിന് എന്തെടുത്തു? ദൈവനാമത്തെ വാഴ്ത്തുവാൻ തക്കവണ്ണമിട, ദൈവത്തിന് സ്തോത്രം കരയേറ്റുവാൻ തക്കവണ്ണമിടയായി തീർന്നു. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിത യാത്രയിൽ നാം പഠിക്കേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു പാഠം. ഏത് സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോഴും ആ സാഹചര്യം അത് നിലനിൽക്കുന്നല്ല, അത് മാറിപ്പോകുന്നതാണ്. അതിലൂടെ കടന്നു പോകുമ്പോൾ നാം ഒറ്റയ്ക്കല്ല, ദൈവം നമ്മളോട് കൂടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി ദൈവത്തിന് പരിപൂർണമായിട്ട് സ്തോത്രം കരയേറ്റിക്കൊണ്ട്, സ്തുതികൾ കരയേറ്റിക്കൊണ്ട്, സമ്പൂർണമായിട്ട് അവനിൽ ആശ്രയിച്ചുകൊണ്ട് അവൻ ആരാണെന്ന് മനസ്സിലാക്കി. ഇയ്യോബ് പറഞ്ഞപ്പോൾ യഹോവ തന്നു, യഹോവ എടുത്തു. അപ്പോൾ ദൈവം ആരാണ്? തരുവാനും എടുക്കുവാനും വീണ്ടും തരുവാനും വീണ്ടും നമ്മളെ അനുഗ്രഹിക്കുവാനും കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലും ദൈവത്തിലും സമ്പൂർണമായിട്ടുള്ള ഒരു ആശ്രയം ഒരു വിശ്വാസിയുടെ ജീവിത യാത്രയിൽ എപ്പോഴും ഉണ്ടായി. ഇങ്ങനെയുള്ളവരുടെ വ്യക്തിയുടെ ജീവിതത്തിൽ സ്തോത്രത്തിന്റെ, അതുകൊണ്ടാണ് ഇയ്യോബ് പറഞ്ഞ് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന്. അങ്ങനെ പറയുവാൻ തക്കവണ്ണം അതിലൂടെ ഇയ്യോബ് എന്തുവാ ചെയ്ത്? ഇയ്യോബ് ആ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആദ്യം ഈതലിന്റെ റിയാക്ഷൻ, അതിനോടുള്ള പ്രതികരണമായിരുന്നു അവൻ ദൈവത്തെ ആരാധിക്കുവാൻ തുടങ്ങി എന്നുള്ള. ആദ്യമായിട്ട് അവൻ പരാതി പറയുകയല്ല, ആദ്യമായിട്ട് അവൻ ദൈവസന്നിധിയിൽ നിരാശനാകുകയല്ല, മറിച്ച് ദൈവത്തിന്റെ പ്രവൃത്തി മനസ്സിലാക്കി ഇയ്യോബ് ദൈവത്തെ വാഴ്ത്തുവാൻ തക്കോണം എന്ന് പറഞ്ഞാൽ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് അവൻ തന്നെത്താൻ ഏൽപ്പിക്കാൻ തുടങ്ങി. അതുകൊണ്ട് ദൈവം എന്തെടുത്തു? പിന്നീട് അവന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു എന്നറിയാം. ഇന്ന് രാത്രികാലം ഇതെല്ലാം, ഈ ചരിത്ര സംഭവങ്ങളെല്ലാം നമുക്ക് വിശകലനമായിട്ട് ഇവിടെ ചിന്തിക്കുവാനായിട്ട് സമയപരിധിയുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പൗലോസിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ അവർ അടിയേറ്റു ചങ്ങലയാൽ ബന്ധിതരായിട്ട് ആ കാരാഗൃഹത്തിൽ കഴിയുന്ന സമയത്ത് അർദ്ധരാത്രിയിൽ അവർ എന്തെടുത്തു? അവരവിടെ പിറുപിറുക്കുകയല്ലായിരുന്നു. ആ വേദനയിൽ ആ വേദനാജനകമായിട്ടുള്ള ആ അവസരത്തിൽ അവർ ആ വേദന ഏറ്റ് അവിടെ കരയുകയല്ലായിരുന്നു, മറിച്ച് അവർ എന്ത് ചെയ്തു? അർദ്ധരാത്രിക്ക് അവർ പാടി ഒരു പരാതിയുമില്ലാതെ ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവനാമത്തെ പാടി പുകഴ്ത്തുവാൻ തക്കവണ്ണം അവർക്ക് ആ കാരാഗൃഹത്തിൽ സാധിച്ചു. അങ്ങനെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അതിൻ്റെ അനുഭവം നമുക്കെല്ലാം അറിയാം. വാതിൽ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അടയ്ക്കപ്പെട്ടിരുന്ന വാതില്, പൂട്ടപ്പെട്ടിരുന്ന ചങ്ങല, ഇതെല്ലാം തുറന്ന് അവർ ബന്ധിതരായിരുന്ന അവർ മോചിതരാകുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ കാണുവാൻ തക്കവണ്ണം അവർ പിറുപിറുത്തില്ല. ഇങ്ങനത്തെ സാഹചര്യം, ആ സാഹചര്യത്തിലും അവർ വേദനയോ അനുഭവിക്കുന്ന സാഹചര്യത്തിലും
അവർ പാടി പുകഴ്ത്തുവാൻ തക്കണം. എന്ന് പറഞ്ഞാൽ ഒരു ക്രിസ്തീയ ജീവിത യാത്രയിൽ നമുക്ക് നേരിടുന്നതായിട്ടുള്ള ഇങ്ങനത്തെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികളൊക്കെയും വരുമ്പോൾ നാം അവിടെ തളർന്ന് ക്ഷീണിച്ചു പോയി നമ്മുടേതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലുപരിയായിട്ട് ദൈവത്തിന് മുൻസ്ഥാനം കൊടുത്ത്, ദൈവം അറിയാതെ അല്ല ഇതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്, ദൈവത്തിൻ്റെ പൈതലാണ് ഞാൻ മകനാണ്, മകളാണ്, ഞാൻ അവകാശിയാണ് എന്നുള്ള ആ വലിയ വിശ്വാസം നമ്മുടെ ഉള്ളിൽ നമ്മൾക്കുണ്ട് എങ്കിൽ, ആമീൻ, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നാം നടക്കുന്നത്. ആ കാഴ്ചയിൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. പക്ഷേ അതിനെ അതിജീവിക്കുന്ന ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ വിശ്വാസം എന്താ? പരിപൂർണമായിട്ടുള്ള ദൈവാശ്രയം. ആ ദൈവാശ്രയത്തിൽ വിശ്വസിച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോയാൽ, ആമീൻ, ഇതുപോലുള്ള ബന്ധനങ്ങളിൽ നിന്ന് നമ്മളെ വിടുവിക്കുവാനായിട്ട് ദൂതന്മാരെ ഇറക്കി വാതിലുകൾ തുറക്കുവാൻ, ചെങ്ങലകൾ പൊട്ടിക്കുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കുന്നതും പ്രവർത്തിക്കും എന്നുള്ള വിശ്വാസം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. പലപ്പോഴും നമ്മൾ ഇങ്ങനെയൊക്കെ നേരിടുന്ന സാഹചര്യത്തിൽ നമ്മുടെ സന്തോഷത്തിൽ പലപ്പോഴും നമുക്ക് സ്തോത്രം പറയാനൊക്കെ എളുപ്പമായിരിക്കും. നമ്മുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴൊക്കെ സ്തോത്രം ഒന്ന് പറയുവാനായിട്ടൊക്കെ നമ്മൾ മറന്നുപോയാലും പിന്നീട് ഓർക്കുമ്പോൾ പറയുവാനൊക്കെ നമുക്ക് സാധിച്ചെന്ന് വന്നേക്കാം. എന്നാൽ ആമീൻ, ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ പൗലോസ് ശീലാസുമായി ഇരുന്ന ആ പ്രതിസന്ധിയിലും അർദ്ധരാത്രിയിൽ എഴുന്നേറ്റോ ദൈവത്തെ പാടി സ്തുതിക്കുവാനായിട്ട്, ആമീൻ, അവരുടെ വേദനയെല്ലാം മറന്ന് അവർ ചെയ്തതുപോലെ ഞാനും നിങ്ങളും ചെയ്യുമെങ്കിൽ, ആമീൻ, ക്രിസ്തീയ ജീവിത യാത്രയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ ദൈവത്തോട് പ്രാർത്ഥിച്ച്, ആമീൻ, അവൻ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മൾ അക്നോളജ് ചെയ്ത് മുന്നോട്ട് പോയാൽ, ആമീൻ, നമ്മുടെ ജീവിതം ധന്യമാകും. നമുക്ക് അടഞ്ഞു കിടക്കുന്ന വാതിലുകൾ തുറക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ബന്ധിക്കപ്പെട്ടിരിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് ആ ബന്ധനത്തിൽ നിന്ന് മുക്തി നേടി, ആമീൻ, അതെല്ലാം വഴിയും വാതിലും തുറന്ന് നമ്മളെ സ്വതന്ത്രരാക്കുവാൻ തക്കവണ്ണം ഇടയാകുന്ന ഒരു കർത്താവിൻ്റെ കാര്യങ്ങളിലാണ് നമ്മളായിരിക്കുന്നത് എന്നുള്ള വസ്തുതയും നമ്മൾ മറന്നു പോകരുത്. ആമീൻ. ലോകം എന്ത് പറയുന്നു എന്ന് ചോദിച്ചാൽ, ലോകം പറയുന്നത് നമ്മളുടെ എന്തെടുക്കുന്നു, സാഹചര്യം നന്നായാൽ നമുക്ക് സന്തോഷിക്കാമെന്നാണ് പറയുന്നത്. നമ്മുടെ സാഹചര്യങ്ങൾ നന്നായിരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കും, ലോകവും നമ്മോട് കൂടെ കയറി സന്തോഷിക്കും. ലോകം നമ്മൾക്ക് നമ്മുടെ സന്തോഷത്തിൽ പങ്കിടുവാൻ തക്കവണ്ണം നമ്മളെ പ്രേരിപ്പിക്കുകയും ഉത്സാഹിപ്പിക്കുകയും ഒക്കെയും ചെയ്യും. എന്നാൽ ഒരു വിശ്വാസിയുടെ ആമീൻ ജീവിത യാത്രയിൽ അവൻ പറയേണ്ടുന്നതായിട്ടുള്ള കാര്യമെന്താണ്? ക്രിസ്തു എനിക്കൊപ്പമുള്ളതാൽ ഞാൻ ഏത് സാഹചര്യത്തിലും സന്തോഷിക്കുമെന്നാണ് പറയേണ്ടത്. പ്രതിസന്ധികളിൽ, ആമീൻ, പ്രതികൂല സാഹചര്യങ്ങളിൽ വീണുപോകുന്ന, താണുപോകുന്ന, തളരുന്ന, ക്ഷീണിക്കുന്ന, ആമീൻ, ആരോഗ്യം മോശമായി പോകുമ്പോഴൊക്കെ ഉള്ള സാഹചര്യങ്ങൾ കൂടെ നാം കടന്നു പോകുമ്പോൾ, ആമീൻ, അന്ന് നമ്മുടെ കൂടെ സന്തോഷിക്കുവാനായിട്ട് ആരും വരികയില്ല. ആമീൻ, ആ സമയത്തും ദൈവത്തിൽ നാം സന്തോഷിക്കുവാൻ, കാരണം അവൻ നമ്മളെ അവിടെയും കൈവിടാതെ നമ്മളെ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് നമ്മളെ കൂടെയുണ്ട്. പ്രതിസന്ധിയിൽ നമ്മളെ തള്ളിക്കളയുന്ന, ഞാൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന് പറഞ്ഞ കർത്താവ്, ആമീൻ, ലോകം കാണുന്നത് പോലെയല്ല. ലോകം കാണുന്നത് നമ്മൾക്ക് എപ്പോഴും അനുഗ്രഹങ്ങളും, ആമീൻ, പ്രതികൂലങ്ങളും ഒന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ, എല്ലാം അനുകൂലമായിരിക്കുന്ന സാഹചര്യത്തിൽ നാം സന്തോഷിക്കുന്നുണ്ട്. ലോകം നമ്മോട് കൂടെ എന്നാൽ ഇങ്ങനത്തെ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ നാം അതിൽ സന്തോഷിക്കുക. കാരണം ദൈവത്തെ ഉയർത്തുവാൻ ലഭ്യമാകുന്ന ഒരവസരമാണത്. ദൈവത്തെ ഉയർത്തുവാൻ, ആമീൻ, നമുക്ക്, ആമീൻ, കിട്ടുന്ന സാഹചര്യമാണതെന്ന് മനസ്സിലാക്കി നാം അപ്പോൾ സന്തോഷിക്കുമ്പോൾ ലോകക്കാരൊക്കെയും ഞെട്ടലോടെ അത് കാണുവാൻ അത്ഭുതത്തോടെ അത് കാണുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. അതിലൂടെ നമുക്ക് അവരെ കർത്താവിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ഒരു വഴിയും വാതിലും തുറക്കുവാനും നമുക്ക് ഇടയായിത്തീരുമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ആമീൻ.
103 സങ്കീർത്തനം അതിൻ്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ദാവീദ് തൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണി എണ്ണി ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ആമീൻ. ഒന്നാമത് അവന് ലഭിച്ച പാപക്ഷമയെക്കുറിച്ച് അവൻ നന്ദിയുള്ളവനായിത്തീരുന്നു. 2, അവന് ലഭിച്ച രോഗശാന്തിയെക്കുറിച്ച്, രോഗത്തിൽ നിന്ന് വിടുതലിനെ കുറിച്ച് അവൻ നന്ദിയുള്ളവനാണ്. ആമീൻ. അവന് ലഭിച്ച വീണ്ടെടുപ്പിനെ കുറിച്ച് അവൻ നന്ദിയുള്ളവനാണ്. ആമീൻ. അവന് ലഭിച്ച കരുണയെക്കുറിച്ച് അവൻ നന്ദിയുള്ളവനാണ്. അവന് ലഭിച്ച സംരക്ഷണത്തെ കുറിച്ച് ആമീൻ അവൻ നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് പറഞ്ഞ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. നമ്മുടെ ജീവിതത്തിൽ ആമീൻ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മളും ഈ പാപക്ഷമ, ആമീൻ, രോഗശാന്തി, വീണ്ടെടുപ്പ്, സംരക്ഷണം, കരുണ, ഈ ദയ എല്ലാം ആമീൻ അനുഭവിച്ച് ആമീൻ ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങിയവരല്ലേ. അങ്ങനെയെങ്കിൽ നമ്മളും സ്വസ്ഥമായിരിക്കുകയല്ല, മൗനമായിരിക്കുകയല്ല, മറിച്ച് ദൈവസന്നിധിയിൽ ആമീൻ സ്തോത്രങ്ങൾ സ്തുതിയും കരയേറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. ആമീൻ. ഇതിന് തടസ്സമായിട്ട് വരുന്നത് എപ്പോഴും നമ്മളുടെ ഓർമ്മക്കുറവാണ്. പലപ്പോഴും നമ്മൾ ഓർമ്മിക്കാറില്ല. പ്രാർത്ഥിച്ച കാര്യങ്ങൾ പാടെ മറന്നു പോകുന്നു. ഒരുപക്ഷെ പ്രാർത്ഥിച്ച് അപ്പോൾ തന്നെ മറുപടി ലഭിച്ചാൽ നമ്മളുടെ സ്തോത്ര സ്വരങ്ങൾ ആരും പറയാതെ തന്നെ ഉയർന്നു വന്നേക്കാം. പക്ഷെ പ്രാർത്ഥിച്ച കാര്യങ്ങൾ ദൈവത്തിൻ്റെ സമയത്ത് നമുക്ക് മറുപടി ലഭിക്കുമ്പോൾ ഒരുപക്ഷെ ദീർഘകാലങ്ങൾ കഴിഞ്ഞായിരിക്കാം, ഇല്ലെങ്കിൽ ദൈവത്തിൻ്റെതായിട്ടുള്ള സമയത്തായിരിക്കാം നമുക്ക് ആ മറുപടി ലഭിക്കുന്നത്. അവിടെ നമ്മുടെ ഓർമ്മപ്പിശക്, നമ്മളത് പ്രാർത്ഥിച്ചില്ല, നമ്മളുടെ കഴിവുകൊണ്ടാണ് പിന്നീട് അത് ലഭിച്ചെന്നൊക്കെ നമ്മൾ ചിന്തിച്ച് നമ്മൾ സ്തോത്രം പറയുവാൻ മറന്നു പോകുന്ന പല സാഹചര്യങ്ങളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ ചെയ്ത അവൻ്റെ ഉപകാരങ്ങളൊന്നും നമ്മൾ എന്തെടുക്കരുത്, മറക്കരുത്. മറവി ഒരു തടസ്സമായി തീരരുത്. പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് ദൈവം പ്രവർത്തിക്കുമ്പോൾ നന്ദി പറയുവാൻ മറവി നമുക്ക് ഒരു തടസ്സമായി തീരല്ലേ. ആമീൻ. മറന്നു പോകുന്ന അതുകൊണ്ടാണ് സകലത്തിനും നമ്മൾ എന്തെടുക്കണം, ആമീൻ, സ്തോത്രം ചെയ്യുവാൻ ആമീൻ നമ്മൾ പഠിക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതം ധന്യമായിട്ടുള്ളൊരു ജീവിതമായി ആമീൻ ആനയിക്കുവാൻ തക്കവണ്ണം നമുക്കിടയായിത്തീരും. ദൈവത്തിന് ആമീൻ നന്ദി കരയേറ്റാവുന്ന അവസരങ്ങളെല്ലാം നമ്മൾ നന്ദി കരയേറ്റുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പരാതി സന്തോഷത്തെ മോഷ്ടിക്കുന്നതാണ്. പരാതിപ്പെട്ടുകൊണ്ട് മാത്രം ഇരുന്നാൽ നമ്മുടെ സന്തോഷം ആമീൻ അത് നഷ്ടമായിത്തീരും. നമ്മുടെ സന്തോഷം അത് ഇല്ലാതായിത്തീരും. നമ്മുടെ സന്തോഷം അത് കുറവുള്ളതായിത്തീരും. ആമീൻ. പരാതി പാടെ നീക്കുവാൻ തക്കവണ്ണം ഇടയായി. അതിനു പകരം നന്ദി നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കുവാൻ, അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് ആമീൻ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുവാൻ നമ്മൾ ഇടയായിരിക്കണം. ആമീൻ. അതുമാത്രമല്ല, ക്രിസ്തീയ ജീവിതയാത്രയിൽ നമ്മൾ സന്തുഷ്ടരായിരിക്കണം, സംതൃപ്തിയുള്ളവരുമായിരിക്കണം. സന്തോഷം മാത്രം പോരാ, സംതൃപ്തിയോടെ വേണം. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നു. ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചു. പൗലോസ് പറയാണ്, ഉള്ള അവസ്ഥയിൽ അലംഭാവത്തോടിരിപ്പാൻ ഞാൻ പഠിച്ചിട്ടുണ്ട്. ആമീൻ. 12-ാമത്തെ വാക്യം, താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ആമീൻ എനിക്ക് അറിയാം. അതുമാത്രമല്ല, തൃപ്തനായിരിപ്പാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. ഇങ്ങനെയുള്ളൊരു ശീലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും അതിലൂടെ കടന്നു പോകുവാൻ തക്കവണ്ണം, അതിനെ തരണം ചെയ്യുവാൻ തക്കവണ്ണം നമുക്കൊരു ശീലമായി തീരണം. ആ ശീലമായി തീരണമെങ്കിൽ, ആ ശീലത്തിൽ നമ്മൾ ശീലിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിക്കണം. കാരണം കൈവിടാത്ത ഒരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഏത് സാഹചര്യങ്ങളായാലും പൗലോസ് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ സകല സാഹചര്യങ്ങളിലും
ശക്തനായിരിക്കുവാൻ സാധിക്കുന്നത് എന്തെന്ന് വെച്ചാൽ കർത്താവ് തൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ടാണ് 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന്. എൻ്റെ കഴിവ് കൊണ്ടല്ല ഇതിനെ ഒക്കെയും അതിജീവിക്കുന്നത്. ഞാൻ അങ്ങനെ ശീലിച്ചത് എൻ്റെ കഴിവല്ല, ഞാൻ എന്നെ തന്നെ ട്രെയിൻ ചെയ്ത് എടുത്തതല്ല, ഞാൻ പ്രാപിച്ചെടുത്തതല്ല, മറിച്ച് എന്നെ ശക്തനാക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ശക്തനാക്കുന്ന ക്രിസ്തു എൻ്റെ കൂടെയുണ്ട്. അവൻ മുഖാന്തരമാണ് ഞാൻ സകലത്തിനും മതിയായവൻ. ഞാൻ സകലത്തിനും എന്നെ തന്നെ ട്രെയിൻ ചെയ്തെടുത്തിരിക്കുന്നതെന്ന് പൗലോസ് പറഞ്ഞതുപോലെ നമ്മളും അങ്ങനെ തന്നെ നമ്മുടെ ജീവിതത്തെ ശീലിപ്പിക്കുവാൻ തക്കോണം ഇടയായി തീരുന്നുവെങ്കിൽ ധന്യമായ ഒരു ക്രിസ്തീയ ജീവിത യാത്ര നയിക്കുവാൻ തക്കോണം നമുക്ക് ഇടയായിത്തീരും. അതിന് യാതൊരു സംശയമില്ല എന്നുള്ള കാര്യം. അതുകൊണ്ട് സംതൃപ്തി അടഞ്ഞ ഒരു ജീവിതം, അത് നമുക്ക് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ സംതൃപ്തി എന്നുള്ള വാക്ക് വളരെ വിരളമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന്, ഒരു വിശ്വാസി തൻ്റെ ജീവിത യാത്രയിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറുമ്പോൾ അവൻ സംതൃപ്തനുള്ളതാ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ആ സംതൃപ്തി നമുക്ക് അടയുവാൻ തക്കോണം ഇടയായിത്തീരും. ലോകം പറയുന്നത് എന്തുവെന്ന് വെച്ചാൽ, കൂടുതൽ കിട്ടിയാൽ കൂടുതലായിട്ട് നമ്മൾ സന്തോഷിക്കും. ഇതാണ് ലോകം നമ്മളെ പഠിപ്പിക്കുന്ന പ്രിൻസിപ്പിൾ. കൂടുതൽ ലഭിക്കുന്തോറും കൂടുതൽ സന്തോഷമുള്ളവരായിത്തീരും. അതുകൊണ്ട് നമ്മൾ പലരും അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സംതൃപ്തിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ദൈവിക അനുഗ്രഹങ്ങളെ നമ്മൾ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന നമ്മുടെ ബുദ്ധിയിൽ, ലോകം പറഞ്ഞു തരുന്ന ബുദ്ധിയിൽ, ലോകത്തിൻ്റെ ജ്ഞാനത്തിൽ നമ്മളതിനെ ഗ്രഹിക്കുന്നത് ഭൗമികമായിട്ടുള്ള നേട്ടങ്ങൾ, ഭൗമികമായിട്ടുള്ള നന്മകൾ, ഭൗമികമായിട്ടുള്ള ആ കാര്യാദികളെ കുറിച്ചുള്ള വിലയിരുത്തലാണ് ഒരു വ്യക്തി ജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചതുമായിട്ട് നമ്മൾ വിലയിരുത്തുന്നതെന്ന് നമുക്കറിയാം. ലോകം അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. എന്നാൽ വചനം പറയുന്നത് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ, എന്നെ ശക്തനാക്കുന്നവൻ ക്രിസ്തു ആണ്. ആ ക്രിസ്തു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണ്. ഇതാണ് നമ്മുടെ വിശ്വാസ ജീവിത യാത്രയിൽ നമുക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം. അങ്ങനെ നേടിയെടുക്കുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ, ദൈവത്തെ ആരാധിപ്പാൻ. യോബ് പ്രശ്നത്തിൽ കൂടെ കടന്നു പോയപ്പോൾ അവൻ പരാതിപ്പെട്ടില്ല, നിരാശപ്പെട്ടില്ല. മറിച്ച് അവൻ്റെ വാക്കുകൾ യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറയുവാൻ തക്കോണം ഇടയായതുപോലെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്നു, ദൈവമാണ് അത് മാറ്റുന്നത്. ദൈവം വീണ്ടും നൽകുവാൻ മതിയായവനാണ്. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായവനാണെന്ന് പറയുവാൻ തക്കോണം ഇടയാകുന്ന ഒരു ജീവിത യാത്ര നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, ആദ്യമേ ആരാധനയുടെ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ വരുന്നെങ്കിൽ, പിറുപിറുപ്പും പരാതിയും കടന്നു വരാതെ അത് പാടെ മാറ്റി ക്രിസ്തീയ ജീവിത യാത്രയിൽ ദൈവത്തെ സ്തുതിക്കുന്നതിന് മുൻതൂക്കം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ മനമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. അവൻ ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓർമ്മ നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഓർത്ത് അവനെ സ്തുതിക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. പരാതികൾ പാടെ മാറ്റുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 50:23 നമ്മളിങ്ങനെ വായിക്കുന്നു, സ്തോത്രയാഗം കഴിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രയാഗം കഴിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തി എല്ലാ തുറയിലും, നമ്മുടെ ഏത് മേഖലയിലും നാം പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് നമുക്ക് അനുഗ്രഹം നൽകുന്ന ദൈവത്തിന് സ്തോത്രയാഗങ്ങളെ അർപ്പിക്കുവാൻ തക്കോണം ഇടയായിത്തീരണം. ആ സ്തോത്രയാഗങ്ങൾ, നന്ദി സൂചകമായിട്ടുള്ള വാക്കുകൾ നമ്മുടെ ആത്മാവിൻ്റെ അന്തരംഗത്തിൽ നിന്ന് വരുമ്പോൾ ഓർത്ത് ദൈവം നൽകിയ ഉപകാരങ്ങളെ ഓർത്ത് സ്മരിച്ച് പ്രാർത്ഥിച്ച് അവന് നന്ദി കരയറ്റുമ്പോൾ, ഓരോ നന്ദി കരയറ്റുമ്പോഴും ഓരോ യാഗമായി അത് മാറുന്നു. ആ യാഗം, ആ സ്തോത്രമെന്ന യാഗം
ആമീൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ഇത് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായത് ദൈവം അത് പ്രതീക്ഷിക്കുന്നുവെന്ന് നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ആ 10 കുഷ്ഠരോഗികളെ കുറിച്ചുള്ള കാര്യം അറിയാം. 10 പേർ സൗഖ്യമായി. ആമീൻ 9 പേര് അവരുടെ വഴിക്ക് അവർ കടന്നുപോയി. ഒരുവൻ മാത്രം തിരിച്ചു വന്ന് യേശുവിനോട് നന്ദി പറയുവാൻ തക്കവണ്ണം, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. യേശു അവരോട് ചോദിച്ച ചോദ്യം, 10 പേരല്ലയോ സൗഖ്യമായത്, പിന്നെ 9 പേര് എവിടെ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം ഇടയായിരുന്നു. ആമേൻ. ആ കടന്നു തിരിച്ച് മടങ്ങി വന്നവനെ പോലെ അതുപോലെ കർത്താവ് നമ്മുടെ ജീവിതത്തിലും ആമീൻ അവൻ ചെയ്ത ഉപകാരങ്ങൾക്ക് ആമീൻ നന്ദി കരേറ്റുവാൻ ആ ഒരു പ്രതീക്ഷയോടുകൂടെ ഇന്നും കാത്തിരിക്കുന്ന ഒരു കർത്താവാണ്. ആമീൻ 9 പേരും അവരുടേതായിട്ടുള്ള വഴിക്ക് പോയി, അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. പക്ഷെങ്കിൽ അവരുടേതായിട്ടുള്ള വഴിക്ക് പോയി. അവർക്ക് ആമീൻ നന്ദി സൂചകമായിട്ട്, നന്ദി കരേറ്റുവാനായിട്ട്, സ്തോത്രം പറയുവാനായിട്ട്, ആ യാഗമർപ്പിക്കുവാനായിട്ട്, ദൈവത്തിൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവാനായിട്ട് അവർ മടി കാണിച്ച് അവർ മടങ്ങിപ്പോയപ്പോൾ ഒരുവൻ മാത്രം കടന്നു വന്നു. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്ന് രാത്രികാലം നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. നാം ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും അതിൻ്റെയൊക്കെയും മധ്യത്തിലും ആമീൻ നമ്മളെ കൈവിടാത്തൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ അനുഗ്രഹിച്ച് നമ്മളെ വിടുവിച്ച ഒരു കർത്താവ് നമ്മളോട് കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ അവ ഓർത്ത് നമ്മൾ ഈ സ്തോത്രയാഗം അർപ്പിക്കുവാൻ, അവനെ മഹത്വപ്പെടുത്തുന്നതായിട്ടുള്ള സ്തോത്രയാഗം അർപ്പിക്കുവാൻ മടങ്ങി അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരും. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ച് പ്രാപിച്ചതിന് പ്രാർത്ഥനയിലൂടെ തന്നെ ആമീൻ യാഗങ്ങളെ അർപ്പിക്കുവാൻ നമുക്ക് ഇടയായിത്തീരും. എന്ന് പറഞ്ഞാൽ സ്തുതി കരേറ്റുവാൻ ഇടയായിത്തീരും. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമാകും. ഈ ക്രിസ്തീയ ജീവിത യാത്ര ആമീൻ അത് ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ ആമീൻ അത് ലക്ഷ്യത്തിലേക്ക് ആനയിക്കുവാൻ പ്രയാസങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ദുഃഖകരമായിട്ടുള്ള ആരോഗ്യപരമായിട്ടുള്ള ഏതവസ്ഥയിലും നാം സ്തോത്രത്തോടുകൂടെ നമുക്ക് ദൈവത്തെ ആശ്രയിച്ച് മുന്നേറുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ഇനി കേട്ട് എല്ലാ പ്രിയമുള്ളവരെയും ആമീൻ ദൈവമായ കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. നിങ്ങൾക്ക് ആമീൻ ഇന്ന് രാത്രികാലം ഈ വചനം ആമീൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം തരുവാൻ തക്കവണ്ണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ഗോഡ് ബ്ലെസ്. താങ്ക് യു.